എല്ലാവർക്കും നമസ്കാരം. സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ദോശ, വെള്ളപ്പം അല്ലെങ്കിൽ പുട്ട് അതുപോലെയുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടാക്കാറ്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായൊരു റെസിപ്പി നോക്കാം. കക്കരിക്കയും റവയും കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. കക്കരിക്ക 1-2 എടുക്കാം. തോലും വിത്തും കളഞ്ഞ് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഓരോ കുരുവെല്ലാം ഉണ്ട്, അതൊന്നും പ്രശ്നമില്ല. ഇനി ബൗളിലേക്കിടാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് വറുക്കാത്ത റവയാണ് എടുക്കുന്നത്. വറുത്തതും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള വെജിറ്റബിൾ ആയതുകൊണ്ട് റവയിലേക്ക് വെള്ളം ചിലപ്പോഴേ ആവശ്യമുണ്ടാകുള്ളൂ. ആദ്യം മിക്സ് ചെയ്ത് വയ്ക്കാം. 10 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നോക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് ചേർക്കാം. നന്നായി അമർത്തി കൊടുക്കാം. ഇതേപോലെ ഒരു 10 മിനിറ്റ് റെസ്റ്റിനായി വയ്ക്കാം. റവയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കാം. 2 പച്ചമുളക് അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, 1/4 കപ്പിൽ കുറച്ച് കൂടുതൽ തേങ്ങയും ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഇടുന്നുണ്ട്. അധികം വേണ്ട, ചട്നിയിൽ ഉപ്പുണ്ടാകുമല്ലോ. നന്നായി മിക്സ് ചെയ്യാം. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം. നല്ല മിക്സ് ചെയ്യാം. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചുണ്ടാക്കിയെടുക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാഴയിലയിലാണ്. വാഴയില കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. വളരെ ഈസിയാണ്. ഇല സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഒരേ വീതിയിലുള്ള 3 സ്റ്റെപ്സ് ആയിട്ട് എടുക്കാം. ഇതേപോലെ റൗണ്ടായി നമുക്കൊരു ഈർക്കല കുത്തി വയ്ക്കാം. സെയിം ലെവൽ വരുന്നത് പോലെ കുത്തി വയ്ക്കാം. എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇതേ സൈഡിൽ തന്നെ വരുന്നുണ്ട്. ഒരേ ഇർക്കലയിൽ തന്നെ നമുക്ക് കുത്താം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ഇതേ സൈഡും ഒരേ ലെവലാക്കി എടുക്കാം. വലുപ്പമെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. ഇതിലേക്ക് മാവിടാം. വല്ലാതെ അമർത്തിയിടേണ്ട ആവശ്യമില്ല. എല്ലാ സൈഡും ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. കട്ടിയുള്ള മാവായതുകൊണ്ട് മാവ് ഒലിച്ചിറങ്ങുന്നില്ല. നല്ല പെർഫെക്റ്റായി തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. കക്കരിക്ക ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് നല്ല ഫൈബർ റിച്ചാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ലഞ്ചിനും ഡിന്നറിനും എല്ലാം ഇത് ഉണ്ടാക്കിയെടുക്കാം. ചട്നി സാമ്പാറും മാത്രമല്ല ചിക്കൻ കറി, മട്ടൻ കറി എല്ലാത്തിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.